ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, ആദിയും അന്ത്യവും ആൽഫയും ഒമേഗയുമായ ദൈവപുത്രൻ വന്ന് പിറന്ന് ജനിച്ചത് ഒരു പുൽത്തൊഴുത്തിലാണ്, കാലിക്കൂട്ടിലാണ്. ആ പുൽക്കൂട്ടിൽ പിറന്ന പൊന്നുണ്ണിയാണ് ജ്ഞാനികൾ കണ്ടു വണങ്ങി ആരാധിക്കുന്നത്. ഇതിനർത്ഥം എന്താണ്? ദൈവം ദരിദ്രരുടെ പക്ഷത്താണ്. എപ്പോഴും ദരിദ്രരുടെ പക്ഷത്ത് നിൽക്കുവാനായിട്ട് ബൈബിൾ നമ്മെ ആഹ്വാനം ചെയ്യുന്നുണ്ട്. പഴയ നിയമത്തിൽ നോക്കിയാൽ ജൂബിലി ആചരണത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അനാഥരെയും വിധവകളെയും ദരിദ്രരെയും സംരക്ഷിക്കുന്ന ദൈവത്തിൻ്റെ ആ കരുതൽ നമുക്ക് കാണുവാൻ സാധിക്കും. സഭയുടെ പ്രബോധനങ്ങളിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പ്രിഫറൻഷ്യൽ ഓപ്ഷൻ ഫോർ ദ പുവർ. പാവങ്ങളുടെ പക്ഷം ചേരുക, പാവങ്ങളെ സഹായിക്കുക, പാവങ്ങളോട് ചേർന്ന് നിൽക്കുക, അവരോട് ഒരു കരുതലുണ്ടാകുക. ഇത് നമ്മുടെ എല്ലാ ജീവിതത്തിൽ വളരെ അത്യന്താപേക്ഷിതമാണ്. ഇന്നത്തെ കാലത്ത് ഒത്തിരി തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ ഉണ്ട്. ഒറിജിനൽ ഏതാ ഡ്യൂപ്ലിക്കേറ്റ് ഏതാ നമുക്കറിയാൻ സാധിക്കില്ല. എങ്കിൽ പോലും പാവപ്പെട്ടവരോട് ഒരു കരുണയും വാത്സല്യവും കാണിക്കാൻ നമുക്ക് സാധിക്കണം. അവരെ പരിഹസിക്കുകയോ അവഗണിക്കുകയോ അവരെ ദുരുപയോഗിക്കുകയോ അവരെ ചൂഷണം ചെയ്യുകയോ ഒന്നും ചെയ്യാതെ അർഹതപ്പെട്ടത് അവർക്ക് നൽകുവാനും അവരെ ചേർത്ത് നിർത്തുവാനും, അങ്ങനെ പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണീശോയുടെ ആ സാമീപ്യം അവരുടെ ജീവിതത്തിലും കാണുവാനും മനസ്സിലാക്കുവാനും നമുക്ക് സാധിച്ചാൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം കൊണ്ട് ഒത്തിരി പേർ അനുഗ്രഹിക്കപ്പെടും. ഇതിനായിട്ട് ദൈവം നമ്മെല്ലാം സഹായിക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നയിക്കും. ആമേൻ.